IT സമൂഹം തിങ്ങിപ്പാർക്കുന്ന കേരളത്തിലെ ആ ഫ്ലാറ്റിൽ എന്നത്തെയും പോലെ അന്നും സുപ്രഭാതം പൊട്ടിവിടർന്നു. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി ഈയൊലീവിൽ പൂക്കൾ ചൂടിയാടും നിലാവിൽ. എത്ര പറഞ്ഞാലും ഉമ്മാര് കേക്കൂല നാറികള്. രാവിലെ തന്നെ തുടങ്ങും എൻ്റെ പാട്ടും കൂത്തും. അന്ന് ഓഫിൽ വെക്കണം. വ്യാസ്റ്റൊന്നും ഇല്ലേ സാർ? ഉണ്ട്, ദേവറ അകത്ത് കിടപ്പുണ്ട്. അവനാണ് അവിടുത്തെ ഏറ്റവും വലിയ പൊണ്ടാരം മുടിഞ്ഞ വേസ്റ്റ്. പാമ്പ് പോലെ കിടക്കണുണ്ടോ? ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. കോമഡി. എഴുന്നിട്ട് ജോലിക്ക് പോടാം. ആരടാ അത്? നിന്റെ കുഞ്ഞമ്മ. ക്ലീന. ഇവനാണ് ഈ ഫ്ലാറ്റിലെ മൂന്നാമത്തെ സഹവാസി. ഒരു IT കമ്പനിയിലാണ് ജോലിയെങ്കിലും ആളൊരു ഫ്രീക്കനാണെന്നാണ് വെപ്പ്. മച്ചാൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ സിനിമയാണ്. അതും പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ 80-90 കാലഘട്ടങ്ങളിൽ അഭിനയിച്ച് തകർത്ത ക്ലാസിക് ചിത്രങ്ങളോടാണ് കൂടുതലിഷ്ടം. സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ സിനിമകളൊക്കെ TV കണ്ടാൽ പിന്നെ ആശാനെ അന്നത്തെ ദിവസം നോക്കണ്ട. സിനിമകളോടുള്ള അമിതമായ ത്വര കാരണം ഇവൻ്റെ ഉള്ളിൽ 24 മണിക്കൂറും മലയാള സിനിമകളും അതിലെ കഥാപാത്രങ്ങളും രംഗങ്ങളുമൊക്കെ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കും. ഒരു സിനിമാ ഭ്രാന്തൻ. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. വന്ന് മുട്ട പൊരിക്കടാ. മൊട്ട എൻ്റെ മൊട്ട പൊരിക്കുക. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നാണല്ലോ. ഒരു 6 അടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ രുചി കിട്ടിയാണ്. എന്നാളിയാ സുലൈമാനി. എന്താ ഒരു വ്യത്യാസം പോലെ? നീ എന്തായാലും ചേർത്തേ? ചീഞ്ഞ മുട്ടയാണോ? അല്ല തക്കാളി, അല്ല മത്തി. എന്താ ചേർത്തന്നൊക്കെ ഞാൻ പറയാം. പക്ഷെ അതിനും വലുത് നിന്റെ മനസ്സിലെ തോന്നല. അതാടാ നിന്നെപ്പോ കൊല്ലാനോടാ എനിക്ക് തോന്നണേ. അളിയാ, ഓരോ സുലൈമാനിയിലും ഒരിച്ചിരി മൊഹബത്ത് വേണം.
അത് കുടിക്കുമ്പം ലോകം ഇങ്ങനെ പതുക്കെയായി വന്നേക്കണം. ഇന്ന് ലീവ് എടുത്താലോ? എന്ത് കാരണം പറയും? ഹലോ മാം, എനിക്ക് പല്ലുവേദന അല്ല തലവേദന. ഇയാൾ ആദ്യം തീരുമാനിക്കും പല്ലുവേദനയാണോ തലവേദനയാണോ? വയറുവേദനയാണ് മാം, വയറിളക്കമുണ്ട്. ഹലോ മാം, അപ്പൂപ്പൻ മരിച്ചു. തന്റെ അപ്പൂപ്പൻ എന്താണോ എല്ലാ മാസവും മരിക്കും? അത് മോമിന്റെ സൈഡാണ്, ഇത് ഡാഡ് സൈഡ്. ഇനി മേലാൽ ആവർത്തിക്കരുത്. ഒരിക്കലുമില്ല. എടാ ഹരി, നീ ഒന്ന് ഇറങ്ങി വരുന്നുണ്ടോ? മനുഷ്യനെ പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അളിയാ, ഒരു 2 മിനിറ്റ് താടാ. അവൻ്റെ സുലൈമാനി കുടിച്ചു. സെൻറ്റി ഇറക്കേണ്ടി വരും. Shameless, 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 shameless. This is the limit. 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 Last warning. Last warning. Last warning. Last. കുറച്ചധികം സെൻറ്റി വേണ്ടി വരും. Yes, Arun. ഹലോ മാഡം, എനിക്ക് ആ മൈഗ്രേഷൻ തീർക്കണമെന്നുണ്ട്. പക്ഷേ തീരെ വയ്യ. അതുകൊണ്ട് ചോദിക്കുക, എനിക്ക് ഇന്ന് ലീവ് കിട്ടുമോ? ഇല്ല അല്ലേ? Do you think this is a joke? ഇതിപ്പോ കുറേ ആയല്ലോടോ. Arun, this is your last leave. Just get lost. അളിയാ, ഇന്ന് അവൻ ചിത്ര സിനിമയിലെ ക്ലൈമാക്സും പറഞ്ഞ അളി കൊടുത്തു. അവൻ നന്നാവോടാ. നീ നിന്റെ അച്ഛനാരൊക്കെ കൈവിട്ടാലും വിടാത്ത ഒരാളുണ്ട്. കരയണ കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണ കണ്ടാ കൂടെ ചിരിക്കും, കണ്ട വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്. കരയണ്ടെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. മോനെ, കത്തി താഴെയിടറാ. നിന്റെ അച്ഛനാണാ പറയുന്നത്, കത്തി താഴെയിടറാ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം? അല്ലേ, വേണ്ട, പറയൂ. അളിയാ, ഇവളാ.
അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ സാർ വ്യാസ്റ്റ്. വെറും വേസ്റ്റ്. ഏ സാറേ വ്യാസ്റ്റ് ഒന്നും ഇല്ലേന്ന്? ആ അത് തിരുപ്പുണ്ട് പോയെടുത്തു. എന്തിരി ഈ പ്രാന്ത? ഓ പിന്നെ എന്നോടത് വേണമായിരുന്നോ? സാറേ സാറിനിത് എന്തിനാണ് പറ്റിയത്? വല്ലാതെ മുഖം വാടിയിരിക്കണല്ല. എല്ലാ പെണ്ണുങ്ങളും ചതിക്കോ ചേച്ചി? അതെനിക്ക് അറിഞ്ഞൂടാ സാറേ. പക്ഷേ എൻ്റെതായെണ്ണ ചതിക്കാൻ എനിക്ക് പറ്റൂല. ചേച്ചി രായണനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റും. ഞാൻ വെറുതെ തമാശ ഫ്രണ്ട്സ് ആവാൻ പറ്റും. അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങാൻ ഈ ചന്തുവിൻ്റെ ജീവിതം ഇനിയും ബാക്കി. पिक्चर अभी भी बाकी है भाई.